നമ്മുടെ 0-ൽ നിന്നും 10 കോടിയിലേക്കുള്ള സാമ്പത്തിക യാത്രയുടെ 14-ാമത്തെ ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ 14-ാമത്തെ ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം. ഇന്നലെ വരെ നമ്മൾ 13 ദിവസത്തെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 9 ദിവസത്തെ മൾട്ടി ക്യാപ് ഫണ്ടിലായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അതിൽ 9 ദിവസവും ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്കുള്ള യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട്. 250 × 9 2250 രൂപ. അതോടൊപ്പം 4 ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഡെപ്റ്റ് ഫണ്ടിലായിരുന്നു. അതിൽ 3 ദിവസത്തെ യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട്. 250 × 3 750 രൂപ. ഡെപ്റ്റ് ഫണ്ട്സിലെ ഒരു ദിവസത്തേത് ഇൻ പ്രോഗ്രസ്സിലാണ്. മൾട്ടി ക്യാപ് ഫണ്ടിലെ എല്ലാ ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിനും യൂണിറ്റ്സ് നമുക്ക് അലോട്ട് ആയിട്ടുണ്ട്. ആകെ 3250 രൂപ നിക്ഷേപിച്ചതിൽ 3000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു. 250 രൂപ ഇൻ പ്രോഗ്രസ്സായും കാണിക്കുന്നു. നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം. ഇന്ന് സൺഡേ ആണല്ലോ, മാർക്കറ്റ് ഇന്ന് ഹോളിഡേ ആണ്. അതിനാൽ ഡെപ്റ്റ് ഫണ്ടിലാണ് നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതിനായി ആദ്യം നമുക്ക് നിപ്പോൺ ഓവർനൈറ്റ് ഫണ്ടിലേക്ക് പോകാം. നിലവിൽ എല്ലാ ദിവസവും 250 രൂപയാണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആയതിനാൽ രൂപ 250 എന്ന് എൻ്റർ ചെയ്യുന്നു. ഇൻവെസ്റ്റ് നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. QR കോഡ് സ്കാൻ ചെയ്യുന്നു. ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഡാഷ്ബോർഡ് ചെക്ക് ചെയ്യുന്നു. ഇൻ പ്രോഗ്രസ്. അങ്ങനെ 14-ാമത്തെ ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ ചെയ്തു കഴിഞ്ഞു. 15-ാമത്തെ ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ കമൻറ്റ്സ്, വാല്യുബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക. താങ്ക് യു.